ഇത് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിൻ്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട വ്യവസായിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്. അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായി പ്രശ്നം, നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. ആ റെയ്ഡ് നടത്തുന്ന കാര്യം ED ഗവൺമെൻറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവർ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിട്ടാണ് അവർ ഈ റെയ്ഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ കേന്ദ്രസേനയ്ക്ക്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് പോലീസും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ചെന്നതുകൊണ്ടല്ലേ. പിന്നെ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ അന്വേഷണം നടക്കുകയല്ലേ. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള അന്വേഷണം നടക്കുമല്ലേ. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികളെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഇത് കുറ്റകൃത്യമാണ്, വലിയ ഓഫൻസാണ് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഞാൻ പറഞ്ഞുതരാം. ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ആ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സംഘർഷം വേറൊരു തലത്തിലേക്ക് വളരാതെ ഇപ്പം നടന്ന സംഘർഷത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ കർശന നടപടി, സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് വിചാരിച്ചാൽ ഏത് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ പറ്റാത്തത്? ഇരച്ചു കയറാം. ആ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെ കുറേ പേരെ തല്ലി, കുറേ പേര് തടയുമല്ലോ. അവർക്കിട്ടൊക്കെ നല്ല അടിയൊക്കെ കൊടുത്ത്, വേണമെങ്കിൽ വല്ല വൈരാഗ്യമുള്ളവൻ്റെ 2 കൂടുതൽ കൊടുത്ത്, ഇതൊക്കെ പോലീസിന് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോരാ. അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ, അജിറ്റേറ്റഡായി കുറേ ആൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട്.
ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ, ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ. നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കുകയല്ലേ, തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. കുറ്റകൃത്യം, താങ്കളുടെ ചോദ്യം കറക്റ്റാണ്, കറക്റ്റാണ്. കുറ്റകൃത്യം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല, നടപടിയെടുക്കും. അല്ല, ഞാൻ പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ, പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആദ്യഘട്ടത്തിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പരിശോധിക്കാം. പോലീസ് അന്വേഷണത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ല, ഞാൻ കരുതുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത്. ആഭ്യന്തരമന്ത്രി TV-യിൽ കണ്ടിട്ടാണ് പോലീസിനെ വിട്ടത്. ഇത് സംസ്ഥാനത്ത് അധികാരത്തിലേറിയ ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ നയപ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങളിതിനെ കണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു പുതുയുഗ സൃഷ്ടിക്കായിട്ടുള്ള തുടക്കമായിട്ടാണ്. മനസ്സിലായില്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? കേന്ദ്രത്തിനെ വിമർശിക്കേണ്ട ഘട്ടം, ഞങ്ങൾ കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കണം എന്തിനാ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതെല്ലാം പരിശോധിക്കട്ടെ. കിട്ടാനുള്ള പണം എത്ര, ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കിട്ടാനുള്ള പണം എത്രയാണ് അവിടെ നിന്ന്, എന്തുകൊണ്ടാണത് തരാത്തത്? ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയർ കൊണ്ടാണോ പണം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പണം തരാത്തത്? ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കുമ്പോൾ കുറേ കൂടി കൃത്യമായ പിക്ചർ കിട്ടും. അല്ല, ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിനി പറ, നടപടി എടുക്കണ്ടേ? KSRTC ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, നഗ്നനായൊരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTC ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പടം. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ, അപ്പോഴും ഞാൻ നടപടി എടുപ്പിക്കും. ഇത്രയല്ല എനിക്ക് മറുപടി. കണ്ടോൺമെൻറ്റ് ഗേറ്റൊന്നും അടച്ചിട്ടില്ല. കണ്ടോൺമെൻറ്റിലെ ഗേറ്റൊന്നും അടച്ചിട്ടില്ല. ഇനി വേറെ തമാശയും കൂടി വന്നു. ഈ സംഭവം ഈ ED റെയ്ഡ് നടന്നതോടുകൂടി ഞാൻ എൻ്റെ സെക്യൂരിറ്റി കൂട്ടി, കമാൻഡോകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വാർത്തയും ഞാൻ കണ്ടു. ഒരു വാർത്തത്തിൽ ഒരു സെക്യൂരിറ്റിയും കൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 40 വണ്ടിയിൽ നിന്ന് 3 വണ്ടിയിലേക്ക് മാറി. ആ വണ്ടിയായിട്ടാണ് ഞാൻ ഇന്നലെ മലപ്പുറത്തും പോയത്, കോഴിക്കോടും പോയത്. ഒരു വണ്ടി അഡീഷൻ ഉണ്ടായില്ല. ഏതോ ഒരു സ്ഥലത്തൊരു വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ്, ലോക്കൽ പോലീസിൻ്റെ ഒരു പൈലറ്റ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ PSOയോട് പറഞ്ഞ് അതിപ്പോൾ തന്നെ വിട്ടേക്കാൻ പറഞ്ഞു. 4ാമത്തെ വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ നുണകളാണ് പറയണത്? എല്ലാ നുണകൾക്കും നമ്മൾ പറയാൻ പറ്റുമോ? എല്ലാ നുണകൾക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? പിന്നെ രാവിലേക്കൊന്ന് വീട്ടിലേക്ക് ഒന്ന് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് റെഡിയായി ഒന്ന് കുളിച്ചൊക്കെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് പോയി അടുത്ത പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ നിൽക്കുകയാണ്.
കേരള ഹൗസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ എനിക്ക് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിലെത്തുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. എവിടെ? ഡൽഹി എയർപോർട്ടിൽ. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ രാത്രി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെയും ചോദ്യം ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററുകൾ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ ശരിക്കും? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോൾ ശരി 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 ഇത്രയും മതി. ഇംഗ്ലീഷ്. You know that the Enforcement Directorate is a central agency. They have registered a case, and some of the respondents went to the High Court to prevent that investigation. The High Court rejected that petition and allowed the Enforcement Directorate to continue the investigation. As a part of the investigation, the next morning they have raided some of the houses. What is the role of the state government in this? What is the role? How can we say that you cannot investigate? Are we competent to say that? No. Can we say that you should investigate which is suggested by us? No, we cannot say that. How you investigate? Are investigating. If it is a political case, the CPM can fight against it. If it is illegal in raiding this part of the investigation, they can approach the court. There are legal remedies. But the court themselves allowed the ED to continue the investigation. I met the Prime Minister, that is right. After assuming the charge of Chief Minister, all the chief ministers across the country are visiting the Prime Minister and concerned ministers. This is a courtesy call. And I was first time meeting the Prime Minister of India. First time, personal. I have seen only him in the TV channels and the social media. First time I was seeing him. When I met him, I asked him, you have to conduct a raid tomorrow morning against the leader of opposition Kerala. Is it a joke? You never, my advice to the CPM leaders, never underestimate the common sense of the Kerala people. Never underestimate. They have a common sense. They are laughing. That is the main thing. LOP came out after the raid and he accused Rahul Gandhi. Rahul Gandhi is director. He is the in his control the ED is working. He has not made any statement against the Prime Minister or the Home Minister or the concerned ministry who is handling this ED. He accused Rahul Gandhi. Why? Rahul Gandhi directed the ED to conduct the raid. I don't know why he saying like that. Mr. Vijayan today said that the Congress leaders have a different stand when central agencies, especially ED, talk to your, question your leaders, but not the other opposition leaders. No, not like that. This allegation, we have made this allegation on the floor of the Kerala Assembly. Then when only the jurisdiction is to ED. No police, Kerala police cannot investigate into this matter. Doesn't have the jurisdiction because the Bangalore and Kerala is vigilance doesn't have the power to investigate in the case. This is a money laundering case. That is the allegation. Money laundering is under the Prevention of Money Laundering Act provisions. That it is the agency, investigating agency is authorized to investigate into PMLA is Enforcement Directorate. How can we say that you cannot investigate, Kerala police will investigate? We cannot. We are not the competent authority to investigate into the PMLA matters. That is why when Rahul Gandhi was interrogated
We cooperated with that. 55 hours he was before the ED. Then we said it's a political case against Rahul Gandhi. We said to the public, there was not a violent mob against the ED. There was a law and order issue, there was attack on ED officials. Do you think there was lapse on the police's part? No, there was no information from the ED that they are going to conduct this raid in various places, 12 places in Kerala. And when they were rounded by so many people, they never informed. They never informed the police that we are leaving this place at this time. Never informed. But the TV channels, you have given this news. The Home Minister directed the police to go there and keep the law and order situation. And the police arrested many persons. They were remanded by the honorable court. Then we have registered a FIR, police. The investigation is going on. That's the case. CM has said that state government cannot interfere and make a statement. But CPM says when Pinarayi Vijayൻ was the chief minister and Rahul Gandhi and Sonia Gandhi was being questioned, he as chief minister made a strong statement against central agencies and the misuse of central agencies. This allegation we have made on the floor of the assembly, this allegation. How can we say that it should not be investigated? And the court granted the permission for investigation. Court, the Honorable High Court granted the permission to investigate. We are saying that High Court is not right. High Court is wrong. How can we say that, the government? And the Congress party, how can the Congress party say that? No. No, this is the matter. This is the matter. Okay, thank you.